കൂടുതൽ എളുപ്പമാകുന്ന രീതിക്കാണ് ഇറാൻ്റെ സമീപനം ഇപ്പോൾ വന്നിട്ടുള്ളത്. അഥവാ ഇറാനും ഒമാനും തമ്മിലുള്ള വലിയ ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒമാൻ്റെ ഭാഗത്തിലൂടെ പോയിരുന്ന മാർഷൽ കപ്പലുകൾ അഥവാ മാർഷലിൻ്റെ കൊടിനാട്ടിയ കപ്പൽ ഇറാൻ ഇപ്പോൾ പിടിച്ചു വെക്കുകയും ഇറാൻ്റെ ടെറിട്ടറിയിലേക്ക് അഥവാ വാട്ടർ പരിധിയിലേക്ക് കടൽ പരിധിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു എന്നുള്ളതാണ്. മാർഷൽ എന്ന് പറയുന്ന ദ്വീപ് നമുക്കെടുത്താൽ മനസ്സിലാക്കാൻ പറ്റും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും മറ്റൊരു സന്തതിയാണ്. അഥവാ മാർഷൽ തികച്ചും അബദ്ധമായിട്ടുള്ള സഞ്ചാരം നടത്തുന്ന ഒരു ദ്വീപാണ് അവരുടെ ഭരണഘടന. അങ്ങനെയാണ്. അവിടെയാണ് മാർഷൽ ദ്വീപുമായിട്ട് വരുന്ന ഒരു കണക്ഷൻ ഈ കപ്പലിലെ കൊടിയിൽ കണ്ടപ്പം ഇറാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് യാത്ര തിരിപ്പിക്കുകയും അങ്ങനെ ഇറാൻ്റെ കയ്യിലാണ് ഇപ്പോൾ കപ്പലുള്ളത്. ഓയിൽ ടാങ്കറാണ്. അതിൽ പ്രധാനമായി ഉന്നയിക്കുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് വെനിസ്വേല എന്ന് പറയുന്ന രാജ്യവുമായി US യുദ്ധത്തിനിറങ്ങുകയാണ്. ഏതാനും നിമിഷങ്ങൾ അതിൻ്റെ സ്കെച്ച് കാര്യങ്ങളൊക്കെ സെറ്റായി എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. പക്ഷേ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവരുടെ ഡിക്ലെയറാണ്. അതിൻ്റെ ആ ഒരു ട്രംപിൻ്റെ ഒരു അനൗൺസ്മെൻറ്റാണ്. അതിൻ്റെ കമാൻഡിങ് പവർന്ന് വരുന്ന ഒരൊറ്റ കമാൻഡിങ് മതി ഇനിയിപ്പോൾ യുദ്ധം ആരംഭിക്കാൻ. അത്രയും അറ്റത്ത് എത്തി നിൽക്കുന്ന സമയത്താണ് ഈ ഒരു കപ്പലുമായിട്ട് ഇറാൻ മുന്നോട്ട് പോകുന്നത്. കപ്പൽ പിടിച്ചെടുക്കുക മാത്രമല്ല അതിലുള്ള ബന്ദികളെ ഓരോ രാജ്യത്തിൻ്റെ ബന്ദികളെ പുറത്ത് വിടുകയും ചെയ്തിട്ടുണ്ട്. മീൻസ് അവരുടെ പേര് വിവരങ്ങൾ പുറത്തു വിടുകയും ചെയ്തിട്ടുണ്ട്. യൂറോപ്യൻസ് ഉണ്ട്, ഇസ്രായേലിയരുണ്ട്, അമേരിക്കക്കാരുണ്ട്. ഇവരെല്ലാവരും കൂടി ഇപ്പോൾ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും US അതേപോലെ തന്നെ യൂറോപ്യൻസിൻ്റെയും ജോലിക്കാരായ ആളുകൾ ഇപ്പോൾ ഇറാൻ്റെ കൈകളിലാണ് ഇപ്പോൾ ഉള്ളത്. അതിന് പ്രധാനമായി ഇപ്പോൾ ഈ ഒരു പ്രകോപനമില്ലാതെ എന്തിന് ഇറാൻ ചെയ്തു എന്ന് ചോദിക്കുന്നവർക്കൊരു മറുപടിയായിട്ട് പറയാനുള്ളത് ഇതൊരു പ്രകോപനമില്ലാതെയല്ല. നേരത്തെ അമേരിക്കയും ഇസ്രായേലും വളരെ നന്നായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴും ആ ബന്ധത്തിന് യാതൊരു ഉലച്ചിലും പറ്റിയിട്ടില്ല. അതേപോലെ തന്നെ ഇറാനും വെനിസ്വേലയും നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോകുന്നതാണ്. അതിനിടെയാണ് വെനിസ്വേല വലിയ മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട ഡീലിംഗ് നടത്തുന്നുണ്ട്. അത് ലോകമെമ്പാടും അത് വിതരണം ചെയ്യുന്നുണ്ട്. അത് ലോകത്ത് സമാധാനം ഉണ്ടാക്കാൻ അസമാധാനം ഉണ്ടാക്കാൻ വളരെയേറെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ലോക സമാധാനത്തിൻ്റെ പോലീസ് ഞങ്ങൾ ആ വെനിസ്വേലയെ തകർക്കാൻ പോവുകയാണെന്നുള്ളത്. ഇറാൻ പറഞ്ഞു അങ്ങനെ ഒരു പരിപാടി ഇവിടെ ഉണ്ടായിട്ടില്ല, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ ഞങ്ങളൊരു നടക്ക് വിടുകയില്ല എന്ന് പറയുക മാത്രമല്ല വെനിസ്വേല ഗവൺമെൻറ്റിനോട് പറഞ്ഞു എന്ത് വന്നാലും ഇറാൻ നിങ്ങളെ കൂടെ ഉണ്ടാവും ഇത്ര നാൾ ഉണ്ടായതുപോലെ എന്ന് പറഞ്ഞ ആ രീതിക്കുള്ള ഒരു തുടക്കമായിരിക്കാം, അതിൻ്റെ സപ്പോർട്ടിങ് തുടക്കമായിരിക്കാം ഇവരുടെ കപ്പലുകൾ ടെറിട്ടറിയിലേക്ക് കൊണ്ടുപോകാൻ കാരണം. അങ്ങനെയാണ് യുദ്ധവിദഗ്ധരൊക്കെ ആർട്ടിക്കിളിലും അതേപോലെ തന്നെ പത്രങ്ങളിലൊക്കെ എഴുതി വെക്കുന്നത്. അഥവാ വെനിസ്വേലയും അതുപോലെ ഇറാനും അമേരിക്കയും ഇസ്രായേലും എത്രമാത്രം ബന്ധമുണ്ടോ അതുപോലെയാണ് ഈ രണ്ട് രാജ്യവും ഇറാനും ഈ വെനിസ്വേലയും. അത് വെറുതെ കെട്ടിച്ചമച്ച് കൊണ്ടുവരുന്ന കാരണങ്ങളോ കാര്യങ്ങളോ ഞങ്ങൾ അംഗീകരിക്കില്ല. പകരം കാര്യകാരണ സഹിതം ഞങ്ങളെ മുമ്പിൽ കൊണ്ടുവരികയാണെങ്കിൽ ഞങ്ങളത് ചർച്ചയ്ക്ക് വെക്കും. എന്നിട്ടാകട്ടെ ഈ അല്ലെങ്കിൽ സൈനിക നടപടികൾ എന്ന് വെനിസ്വേല പറഞ്ഞപ്പോൾ അത് വളരെയേറെ പുച്ഛിച്ച് തള്ളിയ ട്രംപിന് പ്രതികാര നടപടി എന്നോണമായിരിക്കാം മാർഷൽ ദ്വീപിൻ്റെ കൊടിനാട്ടിയ കപ്പലിനെ കൊണ്ടുപോയി തൻ്റെ തീരത്ത് അവിടെ നങ്കൂരമിട്ടിരിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ പിന്നാലെ വരിക എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായിരുന്നാലും ഒരു സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്തോ ഒരു വിസ്ഫോടനമായിട്ടുള്ള വലിയ ഘട്ടത്തിലേക്ക് രാജ്യം ലോകം കടന്നു പോകേണ്ടതുണ്ട്. കാത്തിരുന്ന്